ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മിന്നുന്ന ഫോം ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനൊപ്പവും തുടരുകയാണ് കൗമാര സൂപ്പർ താരം വൈഭവ് സൂര്യവംശി. ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരെ നടന്ന ഒന്നാം യൂത്ത് ഏകദിനത്തിലാണ് വൈഭവ് സൂര്യവംശി കിടിലൻ പ്രകടനം നടത്തിയത്. സൂര്യവംശി തിളങ്ങിയ മത്സരത്തിൽ ഇന്ത്യൻ അണ്ടർ-19 ടീം 6 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ തകർത്ത് വിടുകയും ചെയ്തു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ടീം വെറും 174 റൺസിനാണ് ഓൾ ഔട്ടായത്. ഇന്ത്യക്ക് ഈ വിജയലക്ഷ്യം മറികടക്കാൻ 24 ഓവർ മാത്രം മതിയായിരുന്നു. 48 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യൻ വിജയം അനായാസമാക്കി മാറ്റിയത്. മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 28 പന്തിൽ 42 റൺസ് എടുത്ത ഇസാഖ് മുഹമ്മദും 56 റൺസ് നേടിയ റോക്കി ഫ്ലിൻഡോഫുമാണ് ഇംഗ്ലീഷ് നിരയിൽ തിളങ്ങിയത്. ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗ് നിര കിടിലൻ പ്രകടനം കാഴ്ചവെച്ചതോടെ ഇംഗ്ലണ്ട് 174 റൺസിന് കൂടാരം കയറി. ഇന്ത്യൻ ബോളിംഗ് നിരയിൽ കനിഷ്ക് ചൗഹാൻ 3 വിക്കറ്റുകളും മുഹമ്മദ് ഇനാൻ, RS അംബരീഷ്, ഹെനിൽ പട്ടേൽ എന്നിവർ 2 വിക്കറ്റുകളും വീതം വീഴ്ത്തി. ക്യാപ്റ്റൻ ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശിയും ചേർന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. തുടക്കം മുതൽ സൂര്യവംശി ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇന്ത്യൻ സ്കോർ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു. വെടിക്കെട്ട് മൂഡിലായിരുന്ന വൈഭവ് കത്തിക്കയറുകയായിരുന്നു. 19 പന്തിൽ 48 റൺസ് നേടിയാണ് 14-കാരൻ പുറത്തായത്. 3 ഫോറുകളും 5 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ കിടിലൻ ഇന്നിങ്സ്. 252.63 സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് ബാറ്റ് ചെയ്തത്. ആദ്യ വിക്കറ്റിൽ ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് 7.3 ഓവറിൽ 71 റൺസാണ് കൂട്ടിച്ചേർത്തത്. പിന്നാലെ 30 പന്തിൽ 21 റൺസ് എടുത്ത മാത്രയും വീണു. 18 റൺസ് എടുത്ത വിഹാൻ മൽഹോത്രയും 16 റൺസ് എടുത്ത മൗല്യരാജ് സിംഗ് ചൗധയും പെട്ടെന്ന് പുറത്തായി. എന്നാൽ 5-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന രാഹുൽ കുമാറും അഭിഗ്യൻ കുണ്ടുവും ചേർന്ന് കൂടുതൽ നഷ്ടങ്ങൾ വരുത്താതെ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. അഭിഗ്യൻ കുണ്ടു 45 റൺസ് എടുത്തും രാഹുൽ കുമാർ 17 റൺസ് എടുത്തും പുറത്താകാതെ നിന്നു. ജയത്തോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ജൂൺ 30-നാണ് പരമ്പരയിലെ 2ാമത്തെ ഏകദിനം നടക്കുക. 5 മത്സര ഏകദിന പരമ്പരയ്ക്ക് ശേഷം 2 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലും ഇരു ടീമുകളും തമ്മിൽ മത്സരിക്കും. 14-കാരനായ വൈഭവ് സൂര്യവംശി IPL വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച് ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടിയിരുന്നു. ഇതിനുശേഷം അണ്ടർ-19 ടീമിനൊപ്പം നടത്തിയ പരിശീലനത്തിനിടയിൽ 90 പന്തിൽ 190 റൺസ് നേടിയും വൈഭവ് ഞെട്ടിച്ചു. വൈഭവിന്റെ പാത പിന്തുടർന്ന നിരവധി കുട്ടിത്താരങ്ങളാണ് രംഗത്തുള്ളത്. ബീഹാറിൽ നിന്നുള്ള വൈഭവിന്റെ തന്നെ കൂട്ടുകാരനായ അയാൻ രാജ് കഴിഞ്ഞ ദിവസം തകർപ്പൻ ട്രിപ്പിൾ സെഞ്ചുറി നേടിയാണ് ക്രിക്കറ്റ് ആരാധകരെ കയ്യിലെടുത്തത്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാതിരുന്ന ഹർവൻഷ് പങ്കാലിയ എന്ന താരത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. 1ാം ഏകദിനത്തിന് മുമ്പ് ഇന്ത്യൻ അണ്ടർ-19 ടീം ഇംഗ്ലണ്ടിൽ കളിച്ച സന്നാഹ മത്സരത്തിലാണ് ഹർവൻഷ് വെടിക്കെട്ട് സെഞ്ചുറി നേടിയത്. ആയുഷ് മാത്രെ, വൈഭവ് സൂര്യവംശി എന്നിവരുൾപ്പെട്ട സഹതാരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു ഹർവൻഷിന്റെ സ്ഫോടനാത്മക ഇന്നിങ്സ്. 36-ാം ഇന്നിങ്സിൽ ക്രീസിലെത്തിയ ഹർവൻഷ് ഇംഗ്ലീഷ് ബോളർമാരെ തല്ലിച്ചതച്ച് 52 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശിയും ചെറിയ സ്കോറിനാണ് പുറത്തായത്. ഹർവൻഷ് ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങൾ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയതോടെ ഇന്ത്യ 9-442 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.